ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം തൻ്റെ ഒരു പഴയ പെട്ടി എടുത്തിട്ട് അതിൽ നിന്നൊരു പേപ്പർ കഷ്ണം എടുക്കുകയാണ്. അങ്ങനെ ഒരു കീറിയ പേപ്പർ കഷ്ണമാണ് അതിങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞിട്ട് തൻ്റെ പഴയ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. വേദയായിട്ട് വിക്രം ഇങ്ങനെ പല്ലേച്ച് നിൽക്കുന്ന സമയത്ത് ഈ നോട്ടീസ് വേദ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ നോക്കിയേ, നമ്മൾ പണ്ട് എഴുതിണ്ടാക്കിയ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എടി അതവിടെ വെക്കടി എന്ന് പറഞ്ഞിട്ട് വിക്രം വരുന്നുണ്ട്. അപ്പോഴേക്ക് കമലാമ്മ വരികയാണെ. എന്താ എഗ്രിമെൻ്റ് എന്ന് ചോദിക്കുകയാണ്. അതമ്മേ, പണ്ടുണ്ടല്ലോ ഞാനേ വിക്രമും തമ്മിൽ വിവാഹം കഴിച്ചു വന്നിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് എഴുതി ഉണ്ടാക്കിച്ചൊരു എഗ്രിമെൻ്റ് ആണിതെന്ന് പറയട്ടോ. അപ്പോൾ വിക്രമാണ് എടി അതവിടെ വെക്കടി എന്നൊക്കെ ഇടയ്ക്കിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല അമ്മേ, അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്ന് മറ്റു വേദന കഴിയുന്നത് വാങ്ങാൻ പോകുന്നുണ്ട്. അന്നേരം വേദ പറയാണ് ഇല്ല അമ്മേ, ഇതിലേ കാര്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഞാനാണെങ്കിൽ അമ്മയ്ക്ക് കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേദ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റൊക്കെ വായിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇഷ്ടമില്ലാതെ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് വാക്കുതർക്കത്തിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ താലി കെട്ടിയത്. നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയും ഇല്ല. എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതെ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് നീ വന്നതും താമസിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കാണലെ മാത്രമേ നമ്മൾ ഭാര്യയും ഭർത്താവുമായിരിക്കുള്ളൂ. സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ അന്യ സ്ത്രീയും അന്യ പുരുഷനും മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് അത് വാങ്ങാൻ നോക്കുന്നുണ്ട്. വേദ അത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പരസ്പര ബന്ധമില്ലാത്ത 2 വ്യക്തികൾ മാത്രമായിരിക്കും ഈ വീട്ടിൽ. ഇനി കാലം കഴിയും തോറും നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരടുപ്പം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേൽ പറഞ്ഞ നിബന്ധനകളിൽ മാറ്റം വരുത്താൻ അധികാരം 2 പേർക്കും അധികാരമുണ്ടായിരിക്കും എന്നും കൂടിയിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അത് കേട്ടിട്ട് കമലാമ്മയ്ക്ക് ചിരി വരികയാണ് കേട്ടോ. കമലാമ്മ ആകെ ഇതൊക്കെ വായിക്കുന്ന കേട്ടിട്ട് ആകെ നാണത്തോട് കൂടിയിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മി നാണം കെട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ടാമ്മ ഇത്രയാണ് ഈ അഗ്രിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പറയുകയാണ്. അന്നേരം കമലാമ്മ പറയും എന്താടാ ഇതെന്തൊക്കെ എഗ്രിമെൻ്റൊക്കെയാണ് നീ എഴുതിയിട്ടുണ്ടാക്കിയിരിക്കുന്നത്, ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ അമ്മേ, അതൊരു തമാശയ്ക്ക് വെറുതെ എന്ന് പറയാൻ കേട്ടോ. തമാശയ്ക്കൊന്നുമല്ല അമ്മേ, കാര്യമായിട്ട് തന്നെയാണെന്ന് പറയണ്ട. ഇല്ലില്ല എന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെൻ്റ് വേദന കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു വിട്ട് വിക്രം ഓടി പോവുകയാണ് കേട്ടോ. വിക്രമിൻ്റെ പിന്നിൽ കൂടെ വേദ അതങ്ങോട്ട് താഴെന്ന് പറഞ്ഞിട്ട് ഓടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു നോട്ടീസ് ഇങ്ങനെ കീറിയിട്ടുണ്ട് പകുതി, അതെടുത്തിട്ട് വിക്രം ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ വന്നിട്ട് തൊഴാൻ നിൽക്കുകയാണ്. അപ്പോൾ തൊഴുത് ഇറങ്ങുന്ന സമയത്ത് പൂജാരി വന്ന് ചോദിക്കുന്നുണ്ട്, അതെ അവസാനം മോള് സുധാകരൻ മാഷ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിപ്പോയല്ലേ, അതെ അവനെ നന്നാക്കാനായിട്ട് കുറേ ശ്രമിച്ചതല്ലേ, ആ കമലാമ്മ ഇവിടെ വന്ന് എന്തോരം കണ്ണീരൊഴുക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പൂജാരി പറയുകയാണ്. അതിനുശേഷം തൊഴുത് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ കമലാമ്മ വേദന കാണുന്നത്. അപ്പോൾ വേദന വിളിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വേദന ഓടി വരികയാണ് കേട്ടോ അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ശേഷം കമലാമ്മ പറയാണ്, മോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അമ്മ വിചാരിച്ചു വിക്രമും നീയും തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ പേരിൽ ഇറങ്ങി പോകുന്നതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ പതിയെ ആ വഴക്കൊക്കെ മാറി മോള് തിരികെ വീട്ടിലേക്ക് വരുന്നു തന്നെയാണ് അമ്മ വിചാരിച്ചത്. പിന്നെ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോൾ ഒരു ആണും പെണ്ണും മാത്രമല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത്, ബാക്കിയുള്ള ബന്ധങ്ങളും ഇല്ലേ. അങ്ങനെ ഞങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ലാതായല്ലേ, ഞങ്ങളെ നീ സ്നേഹിച്ചതും താൽക്കാലികമായിട്ട് മാത്രമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊക്കെയാണോ അമ്മനെ സ്നേഹിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. നീയും വിക്രമും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ബന്ധം വേർപെടുത്താനുള്ള നോട്ടീസ് അയക്കാനും മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കിടയിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു മോളേന്ന് പറയാണ് കേട്ടോ. നോട്ടീസോ അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. മോൾ അയച്ച ഡൈവോഴ്സ് നോട്ടീസ് അവിടെ വീട്ടിൽ കിട്ടി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വേദ അമ്മനോട് ചോദിക്കണം, അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ തമ്മിലുള്ള അകൽച്ച ഇത്രയധികം വലുതാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. ചെറിയൊരു പിണക്കം അത്രയും മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നതോടുകൂടി ഞാൻ ആകെ തകർന്നു പോയി മോളെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മനോട് പറയല്ല, നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ ശ്രീകാന്ത് ഒപ്പിച്ച പണിയാണെന്ന്. എന്താ മോളെ ആ നോട്ടീസ് അയച്ചത് ഞാനല്ല അമ്മയെന്ന് പറയാം കേട്ടോ. മോളല്ലേ പിന്നെ ആര്,
ആരാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ് കേട്ടോ വേദ. അപ്പോൾ കമലാമ്മ വിളിക്കുന്നുണ്ട്, പക്ഷെ വേദ നിൽക്കാതെ വേഗം തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിക്രമിൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും നോട്ടീസ് അയച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അയച്ചിരുന്നു, ഡിവോഴ്സ് നോട്ടീസ് എന്ന് പറയാൻ കേട്ടോ. എന്നോട് ചോദിക്കാതെ ആ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നതെന്ന് പറയുകയാണെ. നീ തന്നെയല്ലേ എനിക്കത് ഒപ്പിട്ട് തന്നത്, പിന്നെ വെറുതെ കയ്യിൽ വെക്കാനല്ലല്ലോ ആ നോട്ടീസ് ഒപ്പിട്ട് മേടിച്ചത്, അത് അയക്കാൻ വേണ്ടി തന്നെയല്ലേ ചോദിക്കുകയാണെ. അപ്പോൾ പറയുന്നുണ്ട് വേദ, അത് അയക്കുന്നുണ്ടെങ്കിൽ എന്നോട് കൂടി ഒരു വാക്ക് ചോദിച്ചിട്ട് വേണമായിരുന്നു അയക്കാനായിട്ട്. എൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങളോട് ആര് പറഞ്ഞത് അയക്കാൻ? എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ വേറെ വിവാഹം കഴിപ്പിച്ച് അയക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അതല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു മോഹം നിങ്ങൾക്ക് നടക്കൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, പിന്നെ അല്ലാതെ നീ എന്തായാലും നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാം കേട്ടോ. ഞാൻ കാരണമോ? നിങ്ങളിപ്പോൾ ഇത്രയും ക്രൂരനായത് ഞാൻ കാരണമാണോ? അല്ലാതെ നീ അറിയുന്ന മുമ്പുള്ള ശ്രീയേട്ടൻ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണേ. അപ്പം ഞാനാണോ നിങ്ങളിങ്ങനെ ആക്കിയത്? അതെ, നീ തന്നെയാണ് ഇങ്ങനെ ആക്കിയത്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇറങ്ങി പോകരുതെന്ന്. എന്നിട്ട് നീ അത് കേട്ടോ? പിന്നെ ഈ ഇക്കണ്ട സ്വത്തുക്കളൊക്കെ നോക്കി നടത്തി കാവൽപ്പട്ടിയെ പോലെ ഞാൻ ഇരിക്കണം എന്നാണോ നീ പറയണത്? നിങ്ങൾക്ക് ഷെയർ ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നാൽ പോരെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, അതിന് യാതൊരു നിവൃത്തിയില്ലല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ അച്ചാച്ചൻ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത്, നിൻ്റെ തലമുറയ്ക്കും അല്ലേ അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ ആ തലമുറ ഏതായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുകയാണെന്ന്, നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരനായി പോയല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ ഇത്രയ്ക്കും ക്രൂരൻ തന്നെയാണ്, പക്ഷേ ഞാൻ ചെയ്തതൊക്കെ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, ഞാനതിൽ ഡിവോഴ്സിന് സമ്മതിച്ചാൽ മാത്രമല്ലേ അത് നടക്കുള്ളൂ, അല്ലാണ്ട് നടക്കൂലല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാവ വിക്രമിൻ്റെയും വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ വേദ പറയാണ്, ഇതൊക്കെ ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, ശരിയാണ്, നീ അച്ഛനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞു, പക്ഷേ തുറന്നു പറഞ്ഞാലും അച്ഛൻ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ വിക്രമിൻ്റെ വീട്ടുകാരുടെ കാര്യം പിന്നെ എൻ്റെ കയ്യിലായിരിക്കും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് മേരിക്ക് ആകെ വിഷമമാവാണ്. തൽക്കാലം നീയും വിക്രമും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്ത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് വേദനോട് പറയാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. ശ്രീകാന്ത് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിക്കുകയാണേ. അതെ, ഞാൻ ഭീഷണിപ്പെടുത്താണ്, നീയും ഇപ്പം തന്നെ എന്നെ ഭീഷണിപ്പെടുത്തല്ലേ ചെയ്തത്, തൽക്കാലം ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് ഇറങ്ങിപ്പോവുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസൻ്റെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇലക്ഷൻ്റെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പുളിക്കനപ്പോൾ വേഗം തന്നെ വന്നിട്ട് വിക്രമിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വിക്രം വെള്ളയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ വിക്രമിനെ വിളിക്കുകയാണ് കേട്ടോ. മാഷ് നിൽക്ക്, എന്തായാലും ഇലക്ഷൻ വരെ ശ്രീനിവാസിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് നീ തൽക്കാലം പോയിട്ട് ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തി വായോ, ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശരി അച്ഛാ, ഞാൻ അച്ഛന് തന്ന വാക്ക് പാലിക്കും, ആ കാര്യത്തിൽ അച്ഛനൊരു സംശയം വേണ്ട. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ശ്രീനിസാറിൻ്റെ കൂടെ ഉണ്ടാവില്ല, അത് ഞാൻ അച്ഛന് തന്നിട്ടുള്ള വാക്കാണ്, ഉറപ്പായിട്ടും അത് പാലിക്കും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കമലാമ്മ പറയാണ്, മോനെ വിക്രം, ഇന്ന് ഞാൻ വേദന അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് അവളല്ല, അവളത് അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ് കേട്ടോ വിക്രമിനോട്. അന്നേരം വിക്രമ പറയുന്നുണ്ട്, പക്ഷെ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് അവളല്ല അമ്മയെന്ന് ചോദിക്കുകയാണ്. അത് അവൾ അറിയാതെ ആയിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയാണ്, അത് ശരിയാണ്, പക്ഷേ അത് അയച്ചത് അവൾ അറിവോട് കൂടിയല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമ വെറുതെ അങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ കമലാമ്മനോട് മാഷ് പറയാണ്, അതെന്തായാലും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ തൽക്കാലം അവൾ അത് അറിഞ്ഞിട്ടല്ല അയച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോട്ടീസിന് മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല, മാത്രമല്ല ആ നോട്ടീസ് നമുക്ക് അങ്ങ് കളയാം. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നീ ഈ ശ്രീനിവാസനിൽ നിന്ന് അകന്ന് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അതുകൊണ്ട് ആ നോട്ടീസ് നമുക്ക് കീറിക്കളയാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മാഷ് പറയുന്നുണ്ട്, അതേ, മാവേലിക്ക് ശേഷം ഏറ്റവും മഹാനായ ആളാണല്ലോ ശ്രീനിവാസൻ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് നീ പോയിട്ട് വായും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് വിക്രമിനോട് മാഷ് പറയാണ്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ശരി അച്ഛാന്ന് പറഞ്ഞു കണ്ടിട്ട് പിന്നെ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ കമലാമ്മനോട് ആശ്വസിക്കാന്നുള്ള രീതിയിൽ പറയുകയാണ്, ചിലപ്പോൾ ആ കുട്ടി തിരിച്ചു വരികയായിരിക്കും വിക്രം ശ്രീനിവാസൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണ്. അതൊരു പ്രതീക്ഷയായിട്ട് കണ്ടു നിൽക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.